ചാണ്ടി ഉമ്മന് മറുപടിയുമായി സഹോദരി ഭർത്താവും കൊടുങ്ങല്ലൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥിയുമായ വർഗീസ് ജോർജ്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങളെ കൂട്ടി ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലറയിൽ താൻ പോയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമാണ് താൻ അംഗീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് താൻ ഒറ്റയ്ക്ക് പോയി കല്ലറയിൽ തിരി കത്തിച്ചു. ഉമ്മൻചാണ്ടിയുടെ പേരിൽ താൻ മുതലക്കണ്ണീർ ഒഴുക്കിയെന്ന് പറയരുതെന്നും ഡോക്ടർ വർഗീസ് ജോർജ് പറയും. എന്തായാലും ചാണ്ടി ഉമ്മന്റെ പ്രതികരണത്തിലാണ് സഹോദരി ഭർത്താവും കൊടുങ്ങല്ലൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥിയുമായ വർഗീസ് ജോർജ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കൂട്ടി ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലറയിൽ താൻ പോയിട്ടില്ല എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമാണ് താൻ അംഗീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിൽ താൻ ഒറ്റയ്ക്ക് പോയി കല്ലറയിൽ തിരി കത്തിച്ചിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ താൻ മുതലക്കണ്ണീർ ഒഴുക്കിയെന്ന് പറയരുതെന്നും ഡോക്ടർ വർഗീസ് ജോർജ് പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതികരണം എന്തായാലും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മുതലക്കണ്ണീർ ഒഴുക്കിയ കൂട്ടത്തിൽ എൻ്റെ പേര് ചേർത്ത് വായിക്കണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ മരണം കച്ചവടമാക്കിയിരിക്കുന്നത് ഞാനല്ല. അത് നിങ്ങൾ തന്നെ ആർക്കൈവ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ മീഡിയനെ വിളിച്ച് പോയി നിന്ന് ഇലക്ഷൻ്റെ സമയത്ത് നോമിനേഷൻ കൊടുക്കാനും എല്ലാത്തിനും അവിടെ പോയിരുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഇന്നേ വരെ മീഡിയ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിന് അവിടെ ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിരുന്നു രാത്രി ഒറ്റയ്ക്ക് പോയി മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു പോകണം. കാരണം രാഷ്ട്രീയത്തിൽ അദ്ദേഹം എൻ്റെ ഗുരുവാണ്. കാര്യം ഇത്രയും അടുത്ത് പ്രവർത്തനം ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് മാത്രമാണ്. ആകെ എനിക്ക് തിരുത്താനുള്ളത് മുതലക്കണ്ണീർ എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് യോജിച്ചതല്ല. എൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ഞാൻ അതിൻ്റെ അകത്ത് ഭാഗമല്ല. കാരണം ഇത് ഞാൻ പബ്ലിസൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല. ഉമ്മൻചാണ്ടിയുടെ മരുമകനാണ് ഞാനെന്നുള്ളത് എടുത്തു കളയാൻ പറ്റുന്നതല്ലല്ലോ. ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ആരും അത് പറയരുത്, ഇലക്ഷന് മുമ്പ് എല്ലാവരും പറഞ്ഞോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ?